ഇതെന്താ എഴുതിയിരിക്കുന്നതായി? അഡ്രസ് എന്തായാലും ഇത് തന്നെയാണ്. നമുക്കകത്ത് പോയി നോക്കാം. നമുക്ക് തിരിച്ചു പോയാലോ? വല്ലാത്തൊരു സ്ഥലവാ. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. എന്റെ ഭായ്, താൻ എന്തിനാ വെറുതെ ടെൻഷൻ അടിപ്പിക്കുന്നത്? ഞാനുണ്ടല്ലോ. അത് തന്നെയാണ് ടെൻഷൻ ബായി. നീ എന്തുവാ പറഞ്ഞതാ? വല്ലാത്ത ടെൻഷനാണ് ബായി, ടെൻഷൻ. വാ പോവാം. എന്റെ അപ്പോ ഇത് തന്നെ. എന്തായാലും നമ്മൾ എത്തിക്കഴിഞ്ഞു. എന്താ ബായി പറയുന്നത്? ഇത് കാണുമ്പോ എന്റെ ചങ്ക് പിടച്ചു പോവുകയാണ് ബായ്. എന്റെ ഭായ്, എന്റെ ക്ലൈന്റ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതായി ഇത്. അയാൾ 120 കിലോ ഉണ്ടായിരുന്നു, ഞാൻ 60 കിലോ ആയിട്ട് മാറ്റി. അതെന്തായാലും നന്നായി ബായ്. എന്തായാലും വാ, നമുക്ക് അകത്ത് പോയി നോക്കാം. ബായ്, ഇത് നമ്മൾ വിചാരിച്ച പോലെ അല്ല ബായ്, വളരെ വലുതാണ്. അതെ കിറ്റ്കിറ്റ്, ഇത് ഞാൻ കരുതിയതിനേക്കാളും വലുത് തന്നെയാണ്. അല്ല, ഈ ലൈറ്റിന് എന്താ സംഭവിച്ചത്? ഫ്യൂസ് പോയെന്നാ എനിക്ക് തോന്നുന്നേ. ബായ്, ഈ ജനാലയൊക്കെ താനെ പറക്കുകയാണ്. അതെ കിറ്റ്കിറ്റ്, കാറ്റ് വല്ലാതെ വീശിക്കൊണ്ടിരിക്കുക ഇവിടെ. ഈ കഥകൾ താനെ അടയാണല്ലോ ബായ്. എന്റെ ഭായ്, എന്തിനാ വെറുതെ എന്നെ ഇങ്ങനെ പേടിപ്പെടുത്തുന്നേ? ബായ്, ബായ്, അങ്ങോട്ടൊന്ന് നോക്ക്. എന്റെ മാഡം, ആ മെഴുകുതിരി ഇങ്ങോട്ട് കൊണ്ടുപോവാ. എന്താ ബായ് പറയുന്നത്? അത് നമ്മുടെ നെഞ്ചത്ത് മെഴുകുതിരി വെക്കുന്നാ തോന്നുന്നത്. അത് പ്രേതമാണ് ബായ്, പ്രേതം. എടാ കിറ്റ്കിറ്റെ, ആ പെണ്ണുമ്പിള്ള എവിടെയാ പോയത്? അല്ല, നിനക്കറിയാവോടാ? ബായ്, ബായ്, ഒന്നിങ്ങോട്ട് പുറകോട്ട് നോക്ക്. കിറ്റ്കിറ്റെ, ഇതെങ്ങനെയാ ഇവിടെ നിന്ന് അവിടെ എത്തിയത്? ബായ്, അത് പ്രേതമാണ് ബായ്. അതിന് എവിടുന്ന് വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ കഴിയും. നമ്മളെ എങ്ങോട്ട് വേണമെങ്കിലും അയക്കാൻ കഴിയും ബായ്. എന്താന്നറിയില്ലടാ, എനിക്ക് പേടിയാവുന്നടാ. പേടിക്കല്ലേ ബായ്, പേടിക്കല്ലേ. പക്ഷെ പ്രേതത്തെ കണ്ടാൽ ആരും പേടിച്ചു പോകും. എവിടെ ഓടിക്കോ ബായ്, പ്രേതം എത്തിപ്പോയി. വേഗം ആവട്ടെ, വേഗം, ഇവിടെ മുഴുവൻ പ്രേതമാണ്. സോർദാരെ, ഒന്നുകൂടി വേഗത്തിലുണ്ട്. ഇനിയും വേഗത്തിൽ. രക്ഷപ്പെട്ടു. അല്ല, തോത്താറമ്മൻ കിറ്റ്കിറ്റും ആണല്ലോ. നിങ്ങൾ എന്താ ഇത് വിക്രമാദിത്യനും വേതാളം പോലെയാണല്ലോ വന്നിരിക്കുന്നത്. ഒന്നും പറയണ്ട, ഞങ്ങളുടെ ജീവൻ തന്നെ പോയേനെ. അത് ശരി, അങ്ങനെയാണെങ്കിൽ വാ, വേഗം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം. എന്റെ ഭായ്, അതിന്റെ ആവശ്യമില്ല. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതിനെന്താണ് സംഭവിച്ചത്? നമ്മുടെ ബായ് ഒരുത്തനെ ട്രെയിൻ ചെയ്തു. അവൻ 90 കിലോ ഉണ്ടായിരുന്നു. ഇപ്പൊ അവൻ 60 കിലോ ആയി മാറി. അതിന്റെ സന്തോഷത്തിന് അവൻ ബായിക്ക് ഒരു ബംഗ്ലാവ് സമ്മാനിച്ചു. അവനൊരു പറ്റിയതാണ്. അതിന് അവനാണ് കരയേണ്ടത്. സംശയമുണ്ടോ? നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ലേ? ആ ബംഗ്ലാവിലെ പ്രേതമുണ്ട്. ആ, അത് സത്യമാണ്. അപ്പൊ സമ്മാനിച്ചതായിരിക്കില്ല, തോത്താറാമിന് അദ്ദേഹം പണി കൊടുത്തതായിരിക്കും.
എടാ കഴുതേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. അവിടെ ജീവനുള്ള ഒരു പ്രേതമുണ്ട്. എന്റെ ബായ്, പിന്നെ എന്തിനു വേണ്ടിയാ നമ്മൾ ഇത്രയധികം പേടിച്ചത്? ജീവനുണ്ടെങ്കിലേ അതെങ്ങനെയാ പ്രേതമായിരിക്കുക? എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനോട് അവിടുന്ന് പോവാൻ പറ. എന്നിട്ട് നീ കയറി താമസിക്കേ. ബായ്, നമുക്ക് പോകാം. ഇവനോട് സംസാരിച്ചോണ്ട് നിന്നാ നമ്മുടെ തല തന്നെ പൊട്ടിപ്പോകും. അതെ എന്റെ കണി, നീയേ പ്രേതത്തെക്കാളും അപകടകാരിയാണ്. തോത്താറാമേ, ഈ പ്രേതം എന്നൊക്കെ പറയുന്നത് പറ്റിപ്പാണ്. അതെ, ആരെങ്കിലും നിങ്ങളെ പറ്റിച്ചതായിരിക്കും. സംശയമുണ്ടോ? എടാ, പെട്ടെന്ന് അവിടുന്ന് കാണാതെ പോകുന്നു, കാറ്റിൽ പറക്കുന്നു. കാറ്റില് പോപ്പട്ട് പറക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവനെന്താ പ്രേതാണോ? ബായ്, ഇവിടെ നിന്നാ എന്തെങ്കിലും കടുങ്ക ചെയ്തു പോകും. നമുക്ക് പോകാൻ പോയി. കൺട്രോൾ കൺട്രോൾ. ആ ബംഗ്ലാവ് നിനക്ക് സ്വന്തമാണെങ്കിൽ തീർച്ചയായിട്ടും നീ അവിടെ പോയേ മതിയാവൂ. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരില്ല. എടാ, അവിടെ മെഴുകുതിരി പിടിച്ചോണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഞങ്ങൾ വരാം, ആ പ്രേതത്തെ ഒന്ന് കാണണം. നീയൊക്കെ എന്നെ കൊലക്ക് കൊടുത്തിട്ട് അടങ്ങുള്ളൂ അല്ലേ? നീ വരുന്നോണ്ട് മാത്രം പോയി നോക്കാം. പോകാം. ആ, ആ, ഇതെന്തായാലും വല്ലാത്തൊരു സ്ഥലം തന്നെയാ. ഒരു പക്ഷെ തോത്താറാൻ പറഞ്ഞത് സത്യായിരിക്കോ? എന്നെ അമ്മച്ചി. ഉം. ഹണി, ഈ സ്ഥലം കണ്ടിട്ട് വല്ലാതെ തോന്നുന്നു. ഒരു പക്ഷേ ഇവിടെ പ്രേതമുണ്ടാകാം. നിന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ലേ? വാ, അകത്ത് പോകാം. എന്റെ ബായ്, വാതിൽ പുറത്തോട്ടേക്കാ വലിക്കേണ്ടത്. ഇവിടെ പേടിക്കാനായിട്ട് ഒന്നുമില്ല. സാവധാനത്തിൽ കഥക് തുറന്നാൽ തീർച്ചയായിട്ടും ശബ്ദം വരും. പക്ഷെ ഇതിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദമേ വന്നില്ലല്ലോ. നമ്മുടെ ബായ് ഉണ്ടല്ലോ, അദ്ദേഹം അതിന് എണ്ണ കിട്ടും. വാ, അകത്തേക്ക് പോവാം. ആ? എവിടെ പ്രേതം? ആ പ്രേതത്തെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഇൻവിറ്റേഷൻ വെക്കണമെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? എന്റെ ബായ്, ആ പ്രേതം ഇപ്പൊ വരും. അങ്ങനെ വന്നാലും ഇത്ര ഇരുട്ടിനകത്ത് എങ്ങനെ കാണാൻ കഴിയും? അതെ ബായ്, ഈ പ്രേതങ്ങളെയൊക്കെ നമുക്ക് ഇരുട്ടിൽ നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. കൂട്ടുകാരെ, ഇത് ആ പ്രേതമല്ല. ആരാ നിങ്ങൾ? ബായ്, ഇവന്റെ ഇൻകമിംഗ് ഓഫ് ആണെന്നാ തോന്നുന്നേ. നിങ്ങൾ ആരാണ്? ബാല്യക്കാരനാണ് ബാല്യക്കാരനാണെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുവോ? നിങ്ങൾ എന്താ ഞങ്ങളെ പേടിപ്പിച്ചേ? ഞാൻ. ബാല്യക്കാരൻ, കെയർടേക്കർ, കുക്ക്, പിന്നെ ഡ്രൈവർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറെ പണിക്കാരൊന്നും ഇല്ലേ? എല്ലാ പണി ഇയാൾ ചെയ്താൽ മറ്റുള്ളവർക്ക് എങ്ങനെ പണി ഉണ്ടാവും? വെറുതെ ശബ്ദമുണ്ടാക്കരുത്, അത് വരും, പറഞ്ഞേക്കാം. ആര്? ആത്മാവോ? ബന്ധമല്ല, പ്രേതം. ഈ ബംഗ്ലാവിൽ ഒരു പ്രേതം താമസിക്കുന്നുണ്ട്. മതിയാക്ക്, പ്രേതം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ഇല്ലെന്നോ? പകൽ വെളിച്ചത്തിൽ വരില്ല, പക്ഷെ രാത്രിയാകുമ്പോ അത് വരും. ആരാണ് ഈ പ്രേതം? ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് രാജസിംഹൻ, അദ്ദേഹത്തിന്റെ ഭാര്യ നിർമ്മലാദേവി. ഇതൊരു പഴയ കഥയാണ്. ഞാനന്ന് ചെറുപ്പക്കാരനായിരുന്നു. രാജസിംഹൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയായിരുന്നു ഈ കൊട്ടാരം ഉണ്ടാക്കിയത്. രണ്ടുപേരും സന്തോഷത്തോടെ ഇവിടെ കഴിഞ്ഞു പോന്നു.
ഒരു ദിവസം പുലി വന്ന് രാജസിംഹനെ കൊന്നു തിന്നു. ഇയാള് കള്ളം പറയാ. സിംഹത്തിനൊരിക്കലും പുലി തിന്നില്ല. എടാ സിംഹം എന്നത് അദ്ദേഹത്തിന്റെ പേരാണ്, സംശയമുണ്ടോ? അതെ ഭായ്, തന്റെ പേര് ഹണി എന്നാണ്. എന്ന് വെച്ച് നിന്നെ രാവിലെ ചൂടുവെള്ളത്തിനകത്ത് ഒഴിച്ച് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. മുത്തച്ഛ പിന്നെ എന്താ സംഭവിച്ചേ? എഴുത്തച്ഛനോ? എഴുത്തച്ഛൻ എപ്പോഴേ മരിച്ചുപോയി, അറിയില്ലേ നിങ്ങക്ക്? ബായ് അദ്ദേഹത്തോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ചെവിയുടെ അടുത്ത് പോയിന്ന് പറയാ. കിക്കേറ്റ് മര്യാദ കൊടുത്ത് സംസാരിക്കേ. എന്റെ മുത്തച്ഛ, രാജസിംഹനെ പുലി തിന്നു. പിന്നെ എന്താ സംഭവിച്ചേ? അന്ന് മുതൽ നിർമ്മല ദേവി അദ്ദേഹത്തെ അന്വേഷിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് അവരുടെ പ്രേതം ഇവിടെ മുഴുവൻ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. കുറച്ചു ദിവസത്തിന് മുമ്പായിട്ട് രണ്ടുപേര് ഈ കൊട്ടാരം വാങ്ങാൻ വന്നിരുന്നു. പിന്നീട് അവര് ഈ ലോകം വിട്ടു പോയി. നിങ്ങൾ ഇവിടെയല്ലേ താമസിക്കുന്നേ? അപ്പൊ പ്രേതം നിങ്ങളൊന്നും ചെയ്യാത്ത എന്താ? അവർ ജീവനോടെ ഇരുന്നപ്പോ ഞാൻ അവർക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്നോട് വലിയ സ്നേഹമാണ്. ബായ്, പ്രേതം ഇങ്ങോട്ട് വരുന്നുണ്ട്. എവിടെയെന്ന് പറയടാ. അത് നിർമ്മലാദേവി തന്നെയാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചത് രാത്രി നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടതെന്നാണ്. വേണ്ട വേണ്ട, ഞങ്ങള് കഴിച്ചിട്ടാ വന്നേ. ഞങ്ങൾക്ക് ഇനി റെസ്റ്റ് എടുക്കണം. ശരി, എന്നാ ഞാൻ നിങ്ങളുടെ സാധനങ്ങൾ എടുക്കാം. മുത്തശ്ശ, നിങ്ങളുടെ സാധനങ്ങൾ എടുക്കുകയാണേലേ പിന്നെ നിങ്ങളെ ആരാ എടുക്കുക? ശരി, എന്നാ നമുക്ക് എന്തായാലും ഇന്ന് ഉറങ്ങണ്ട. ഒരുപക്ഷെ ആ പ്രേതം ഇനി വരികയാണെങ്കിൽ നമുക്ക് അതിനെ പിടിക്കാം. ബായ്, ഇപ്പഴാ ഓർമ്മ വന്നത്. എന്റെ അമ്മ എന്നോട് തൈര് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിരുന്നു. ഞാൻ പോയിട്ട് വരാവേ. എന്റെ ഭായ്, എന്നെ മണ്ടരെന്ന് വിചാരിക്കരുത്. മര്യാദയ്ക്ക് അവിടെ ഇരിക്കേ. ദേ രണ്ട് പ്രേതങ്ങൾ അത് നടന്നു പോകുന്നത് ഞാൻ കണ്ടു. വാ, നമുക്കതിന്റെ പുറകെ പോകാം. എന്റെ കൂട്ടുകാരെ, പ്രേതമാണ് മനുഷ്യരുടെ പുറകെ വരുന്നത്. മനുഷ്യരല്ല പ്രേതത്തിന്റെ പുറകെ പോകേണ്ടത്. എടാ കിറ്റ്കിറ്റേ, ചുമ്മാ ചിലക്കാതെ നീ ഒന്ന് വരുന്നുണ്ടോ? മുകളിലാണ്, മുകളിൽ. അതാ പോകുന്നു. അവിടെ അവിടെ. അല്ല, നീ എപ്പോഴാ പേര് മാറ്റി നിർമ്മലാ ദേവി എന്നാക്കിയത്? അല്ല, നീ എപ്പോഴാ? നിക്ക്, നിക്കാനാ പറഞ്ഞത്. അവർ മുകളിലേക്ക് പോവുകയാണ്, സംശയമുണ്ടോ? വേഗം വാ, നമുക്ക് അവരെ പോയി പിടിക്കാം. പ്രേതങ്ങളെ നിൽക്ക്, അല്ലെങ്കിൽ ഞാൻ എടാ പ്രേതമേ, ഇന്ന് ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. പറയേ, നിങ്ങൾ ആരാണ്? അതെ, ഞങ്ങള് കള്ളന്മാരാണ്. താൻ എന്താ ഗോൾ കീപ്പറാണോ?
കഥവ് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരിൽ ആരാ നിർമ്മല ദേവി എന്ന് പറയേ? ഉടൻ തന്നെ ആരാണെന്ന് പറയേ, അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ച് ഇവിടെ തന്നെ അങ്ങ് തീരും. അല്ല, നീ എപ്പോഴാ പേര് മാറ്റി നിർമ്മലാ ദേവി എന്നാക്കിയത്? മരമണ്ട, ഇവരാരും പ്രേതങ്ങളൊന്നും അല്ല. ആ അതെ, ഞങ്ങള് കള്ളന്മാരാണ്, പ്രേതങ്ങളൊന്നുമല്ല. പിന്നെ എന്തിനാണ് പ്രേതം പോലെ അഭിനയിച്ച് ഞങ്ങളെ പേടിപ്പെടുത്തുന്നത്? ഞങ്ങള് പേടിപ്പെടുത്തണമെന്ന് വന്നതല്ല, ഞങ്ങള് മോഷ്ടിക്കാൻ വേണ്ടി അതിനകത്തേക്ക് വന്നത്. അപ്പൊ നിങ്ങൾ നിർമ്മല ദേവി അല്ലേ? എടേയ്, നീ വിചാരിക്കും പോലെ ഒന്നുമല്ല. ഞങ്ങൾക്കും അവർക്കും ഒരു ബന്ധവുമില്ലെന്നേ. അപ്പൊ പ്രേതം മറ്റാരോ ആണ്. പ്രേതം? അതാ പോകുന്നു, വേഗം പോ. ഈ പ്രേതങ്ങളുടെ ഇടയിൽ കുടുങ്ങി നമ്മുടെ ജീവിതം പോകണ്ട. വാ, നമുക്ക് വേഗം ഇവിടെ നിന്ന് പോകാം. ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? നമ്മൾ ഇപ്പോഴല്ലേ അത് താഴെ കണ്ടത്. അതിന്റെ ഇടയ്ക്ക് എങ്ങനെയാണ് അതിന് മുകളിൽ പോകാൻ കഴിഞ്ഞത്? എന്റെ ഭായ്, അത് പ്രേതമാണ്. അതിന് പടിയുടെ ആവശ്യമൊന്നുമില്ല. വേഗം വാ, നമുക്ക് മുകളിൽ പോയി അതിനെ പിടിക്കാം. ആ പോകുന്നു, വള്ളം ഓടിച്ചോണ്ടാ പോകുന്നത്. അവിടുന്ന് കാണാതായി. എന്തോ പ്രശ്നമുണ്ട്. ബായ്, ഇവിടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും പോവുകയാണ്. നമുക്ക് ഇവിടുന്ന് പോകാം. ഇല്ല, ഈ പ്രേതത്തെ കുറിച്ച് അറിയാതെ ഞാൻ ഇവിടെ നിന്ന് വരികില്ല. രാവിലെ ഞാൻ മാർക്കറ്റിൽ പോയി ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ട് വന്നേക്കാം. ഇതിനെന്താ വില? ഉള്ളി ഇങ്ങനെ ഇതാ നിങ്ങൾ ചോദിച്ച 2 കിലോ ഉള്ളി. ഇതാ ഈ സഞ്ചിയിലേക്ക് ഇട്ടോളൂ. 5 രൂപ 5 രൂപ കിലോ, 5 രൂപ കിലോ, 5 രൂപ, 5 5 5. വരെ 5 രൂപ 5 രൂപ. എത്രയാ? 5 രൂപ 5 രൂപ 5 രൂപ. വരൂ വാങ്ങിച്ചോ. വരൂ വരൂ, നല്ല പച്ചക്കറികളുണ്ട്, വന്ന് വാങ്ങിക്കൊണ്ട് പോകൂ. വരൂ, നല്ല പച്ചക്കറികൾ, വരൂ വരൂ. എന്താ എന്റെ പച്ചക്കറികൾ മുഴുവൻ കുരങ്ങൻ കൊണ്ടുപോകുന്നു. ആരെങ്കിലും പിടിക്കാവനെ. എടാ നിക്ക് നിക്ക്. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. താങ്ക് യു വെരി മച്ച്. അതിന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാ താങ്ക് യു ഒക്കെ? നിങ്ങൾ കാരണമാണ് എന്റെ ബാഗ് തിരിച്ചു കിട്ടിയത്. അതിനു വേണ്ടിയാ. ഓ, ഇത് വലിയൊരു മാർക്കറ്റാണല്ലോ. എങ്ങോട്ടാ പോവുക? ആ മുത്തശ്ശന്റെ അടുത്ത് പോയി പ്രേതത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാം. പറയൂ മോനെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആ, മുത്തശ്ശ, ഈ ക്യാരറ്റ് എത്രയാ? ക്യാരറ്റോ? 100 രൂപയാണ് കിലോ. എത്രയാ വേണ്ടത്? 1 കിലോ. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ആ ബംഗ്ലാവിൽ നിങ്ങൾ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപകടം പിടിച്ച ഒന്നാണ്. ഒരു ദിവസം അന്തോണി കറിവേപ്പില പറിക്കാനായിട്ട് കൊട്ടാരത്തിലോട്ട് പോയി. ചേട്ടനെ പ്രേതം ഒരു വഴിക്കാക്കി. എന്നിട്ട് എന്താ, കറിവേപ്പില ഇല്ലാതെ അമ്മ ഉപ്പുമാവുണ്ടാക്കി തന്നു. പ്രേതത്തിന് എന്താ സംഭവിച്ചത്? പ്രേതം ബംഗ്ലാവിന്റെ അകത്തല്ലേ ഉള്ളത്. രാത്രി മെഴുകുതിരി വാങ്ങിച്ചു വരാന്ന് പറഞ്ഞു പോയ ആളാ. രാത്രി പെട്ടെന്ന് കറണ്ട് പോയി. ഉടൻ തന്നെ മെഴുകുതിരി വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയ ആളാ. എന്നിട്ട് ഇനിയും തിരിച്ചു വന്നിട്ടില്ല. എന്ത് മെഴുകുതിരിയോ? അല്ല, എന്റെ ഭർത്താവ്. ഇതുകൊണ്ടാണ് ഞങ്ങൾ എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നത്, അവധി ദിവസത്തിൽ മാത്രം വാ പ്രേതമേ എന്ന്. ആ ദിവസം ആരും ഇവിടേക്ക് വരില്ല. വെളുത്തവാവിന്റെ അന്ന് രാത്രി ആ പ്രേതം നൃത്തം ചെയ്യുന്നത് കാണാം. വെളുത്തുവാവിന്റെ അന്ന് വീടിന്റെ മുമ്പിൽ കൂടി നടന്നു പോകും ആ പ്രേതം. പോകുമ്പോ പാട്ടും പാടിക്കൊണ്ടാ പോകുന്നത്. എന്റെ അച്ഛൻ ഒരു ദിവസം അതുവഴി വന്നപ്പോ അദ്ദേഹത്തിന്റെ തുണിയെ പിടിച്ച് വലിച്ചു. അവസാനം ഈ തുണി മാത്രമാണ് കിട്ടിയത്. അദ്ദേഹത്തെ കിട്ടിയേയില്ല. എന്ത്? അദ്ദേഹത്തെ കിട്ടിയില്ലെന്നോ? അതെ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. അതുവഴി ആര് പോയാലും അവർ തീർച്ചയായിട്ടും അവരെ ഉപദ്രവിക്കും.
എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? പറയുന്നതൊക്കെ സത്യം തന്നെയാ. ഞാൻ കുട്ടിക്കാലത്ത് അങ്ങനെ കൊണ്ട് ഞാവൽപ്പഴം പറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയാ സംഭവിക്കുക? ഞാൻ കേട്ടിട്ടുണ്ട്, പുതുതായിട്ട് ആരെങ്കിലും ഈ ഗ്രാമത്തിലേക്ക് വരികയാണെങ്കിൽ ആ പ്രേതം വെറുതെ വിടുകയില്ല. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇവരൊക്കെ പറയുന്നത് സത്യമാണോ നുണയാണോ? ക്യാരറ്റ് എന്തിനാ? സാലഡിനാണോ അതോ കൂട്ടാൻ വയ്ക്കാനാണോ? നീ ഇത്രയും സമയം എവിടെയായിരുന്നു ബന്നി? സിംഹത്തിനൊരിക്കലും പുലി തിന്നില്ല. എന്റെ ഭായ് എവിടെയായിരുന്നു ഇതുവരെ? സന്ധ്യയാകുന്നു, നമുക്ക് പോവാം ഇവിടുന്ന്. അതെ ഭായി, എന്റെ അമ്മയ്ക്ക് തൈര് വാങ്ങിക്കാൻ വേണ്ടി പോണം. മുത്തശ്ശ, ഞങ്ങൾ പോവുകയാണ്. സംശയമുണ്ടോ? സന്തോഷം സന്തോഷം. ജയിലിന്റെ അകത്താണ്. ഒരു അവതാരം തന്നെയാ ഇത്. ചെവി മൊത്തത്തിൽ അടിച്ചു പോയിരിക്കുക. മുത്തശ്ശ, ഞങ്ങൾ പോവുകയാണ്. വിശക്കുന്നെന്നോ? പക്ഷെ കഴിക്കാനൊന്നും ഇല്ലല്ലോ. ഞാൻ കഴിക്കാനായിട്ട് ഒന്നും തന്നെ ഉണ്ടാക്കിയില്ല. ഇദ്ദേഹത്തെ വിട്ടേക്ക്, നമുക്ക് പോവാം. ആരും ഇവിടുന്ന് പോകുന്നില്ല. ഞാൻ ഇന്ന് രാത്രി ആ പ്രേതത്തെ തീർച്ചയായും പിടിച്ചിരിക്കും. എടാ, നീ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ പോയി ചാടാൻ തുടങ്ങുകയാണ്. സംശയമുണ്ടോ? നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോ, പക്ഷെ ഞാൻ ഇവിടുന്ന് വരില്ല. ഞാൻ കൊച്ചളിനെ തനിച്ചാക്കിയിട്ട് ഇവിടുന്ന് പോവുകയില്ല. ഞങ്ങളും അവൻ തനിച്ചാക്കിയിട്ട് പോകാൻ പോകുന്നില്ല. ബന്നി ഇവിടെയാണെങ്കിൽ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകും. വാവ് ബായ്, ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. ഇവരിവിടെ തന്നെ നിൽക്കട്ടെ. വാ, നമുക്ക് ഇവിടുന്ന് പോവാം. എന്റെ അമ്മ തൈരിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. എടാ നീ ഇതെങ്ങോട്ടായി പോകുന്നേ? നിന്റെ അമ്മ തന്നെ എന്താ പഠിപ്പിച്ചത്? ഇത്രയും വലിയ പ്രശ്നം ഇവിടെ നടക്കുമ്പോ നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാകണം. ഇല്ലെങ്കിൽ നിന്റെ തൈര് ഞാൻ എടുക്കും. ഓക്കെ ബൈ. മുത്തശ്ശ, ഇന്ന് ക്യാരറ്റ് കറി ഉണ്ടാക്കിയാ മതി. കാഴ്ചയോ? കാഴ്ചക്ക് ഒരു പ്രശ്നവും ഇല്ല മോനെ. കേൾവി മാത്രം സ്വല്പം കുറവെന്നേ ഉള്ളൂ. ഓ, ചോടാ. ആ ബൈ, പോവാം. കൊച്ചളിയൻ പറഞ്ഞത് കേട്ടില്ലേ? ആരും ഇവിടുന്ന് പോകുന്നില്ല. ഇവിടെ ചെവി കേൾക്കാത്ത കഴുതേ, അകത്തേക്ക് പോവാന്നാ പറഞ്ഞത്. കൊച്ചളിയ, ഈ ജനാല എങ്ങനെയാ തുറന്നത്? വെറുതെ പേടിക്കണ്ട, വരൂ അകത്തേക്ക് പോകാം. പേടിക്കണ്ട, മുന്നോട്ട് പോകാം. നമുക്ക് തിരിച്ചു പോയാലോ? ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഇന്ന് പൗർണമിയാണ്. ഇന്ന് പ്രേതം തീർച്ചയായും ഇന്ന് ആരെങ്കിലും കൊണ്ടുപോകും. കൊച്ചളിയ നിൽക്ക്, ഞാൻ നിന്റെ കൂടെ വരുന്നു. അതിന്റെ പുറകെ പോകരുത്. ഇത് പ്രേതമാണെങ്കിൽ എന്നെ കണ്ടിട്ട് എന്തിനാ പേടിച്ചോടുന്നേ? കൊണ്ടുപോയി ഭായി, പണിയും പണിയും പ്രേതം കൊണ്ടുപോയി. വേഗം ഇവിടുന്ന് ഓടിക്കോ. കൊച്ചളിയ നിൽക്ക്. ഈ പ്രേതത്തിന്റെ പുറകെ പോയേ മതിയാവൂ. ഇതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് തീർച്ചയായും അറിയണം. കൊച്ചളിയ നിൽക്ക്, ഞാനും വരുന്നു. കൊച്ചളിയൻ എങ്ങോട്ടാ പോയത്? ഈ ഭാഗത്ത് പോയി നോക്കാം. മരമണ്ടന്മാർ.
ഈ പ്രേതം എന്താണ് അവിടെ ചെയ്യുന്നത്? കൊച്ചളിയനെ എവിടെയും കാണാനില്ലല്ലോ. മുകളിൽ പോയി നോക്കാം. അത് ശരി, സീക്രട്ട് ഡോർ. എന്റെ ദൈവമേ, കൊച്ചളിയനെ രക്ഷിക്കണേ. അതോടൊപ്പം എന്നെ രക്ഷിക്കണേ. ആ! ഈ പ്രേതം എന്തായാലും വല്ലാത്ത ബുദ്ധിശാലി തന്നെയാ. ഇന്ന് നിന്റെ കള്ളത്തരം ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. കൊച്ചളിയാ നിക്ക്. ഈ കൊച്ചളിയൻ എന്താ നിക്കാത്തത്? അത് ശരി, പ്രേതം ഈ ബോട്ടിനെ ഇവിടെ ഇട്ടിട്ട് പോവുകയാണല്ലേ? എന്നിട്ട് ചെടിയുടെ ഇടയിലൂടെ വേറെ എങ്ങോട്ടോ പോവുകയാണ്. വല്ലാത്ത തന്ത്രശാലിയാ. എന്റെ അമ്മച്ചി. ആ വഴിയാണ് പോയതെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം. എന്റെ അമ്മച്ചി, എന്റെ കാല് കുടുങ്ങി. എങ്ങോട്ടാ പോവുക? ഇതിനകത്തേക്ക് പോയി നോക്കാം. ഈ പ്രേതം പോലെ അഭിനയിച്ച് ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് ശരി, ഞാൻ സംശയിച്ചത് ശരി തന്നെയായി. നീ പ്രേതമല്ല, ഒരു പൂച്ചയാണ്. നീ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്? നിന്നെ ഞാൻ പിന്തുടരുകയായിരുന്നു. അവന്റെ പണി തീർന്നു. മുത്തശ്ശ, നിങ്ങളോ? എന്റെ കൊച്ചളിനെ തല്ലുന്നോ? നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല. ഇവന്റെ പണിയും തീർന്നു. ചെല്ലുമോളെ, വേഗം ചെന്ന് കയറെടുത്തോണ്ട് വാ. നമുക്കിവരെ കെട്ടിയിടാം. ഇതാ അച്ഛാ. മോളെ, വേറെ ആരെങ്കിലും നിന്നെ കണ്ടായിരുന്നോ? ഇല്ല അച്ഛാ, ഇല്ല. ഇവര് രണ്ടുപേരും അല്ലാതെ എന്നെ വേറെ ആരും കണ്ടിട്ടില്ല. എടാ ഹണി, എഴുന്നേൽക്ക്. ഉറങ്ങുന്ന പോലെ അഭിനയിക്കാൻ. മോളെ, ഇവര് വലിയ തന്ത്രശാലികളാ. നീ പ്രേതമല്ലെന്നുള്ള കാര്യം മറ്റാരും അറിയാൻ പാടില്ല. ശരി അച്ഛാ. ഞാൻ ബംഗ്ലാവിൽ ചെന്ന് മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും വകവരുത്താൻ നോക്കാം. അതിനുശേഷം
ഇവർ രണ്ടുപേരുടെയും പണി നമുക്ക് തീർക്കാം. വേഗം ഇവിടുന്ന് പൊയ്ക്കോളൂ, അല്ലെങ്കിൽ അവർക്ക് സംശയം ഉണ്ടാകും. അതിശയോ? ഒരു അതിശയവും ഇല്ല. നീ ചെന്ന് മുറിക്കകത്ത് ഇരിക്കാൻ നോക്ക. ഞാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവർക്ക് സംശയം ഉണ്ടാകും. കൊച്ചളിയ കൊച്ചളിയ, ഇത് പ്രേതമൊന്നും അല്ല. അറിയാം, ഞാനും നിന്നെ പോലെ ഇവളെ പിന്തുടർന്നു വരികയായിരുന്നു. എന്നെ ബോധം കെടുത്തി എന്നെ ഇവർ പിടിച്ചു. ഹണി, പെട്ടെന്ന് കയറഴിക്ക്. വേഗം വാ, നമുക്ക് ഇവരെ ബോധം കെടുത്തി പിടിക്കാം. ആദ്യം ഇവരെ തടയണം. അതെങ്ങനെ? പറയേ. ഇവരുടെ വഴി പോയി ഇവരെ കുടുക്കണം. രാജസിംഹന്റെ നിർമ്മലാദേവിയുടെ കഥ പറഞ്ഞ് നമ്മളെ കുടുക്കിയതല്ലേ. ഇനി രാജസിംഹനും നിർമ്മലാദേവിയും ചേർന്ന് ഇവിടെ കള്ളം പുറത്തു കൊണ്ടുവരും. നേരെ വെളുത്തു കഴിഞ്ഞു. ഹണി ബണി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവരെ തീർച്ചയായും ആ പ്രേതം കൊണ്ടുപോയിരിക്കും. നമുക്ക് ഉടൻ തന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം. സംശയമുണ്ടോ? പ്രേതത്തിനെ എങ്ങനെയാണ് പോലീസ് പിടിക്കുക? ചിലപ്പോ അവരെവിടെ ഉണ്ടാവും, ചിലപ്പോ അവരവിടെ ഉണ്ടാവും. എനിക്ക് എന്റെ കൂട്ടുകാരെ തിരിച്ചു കിട്ടണം. ഇതിലെനിക്ക് യാതൊരു സംശയവുമില്ല. നീ വെറുതെ പേടിക്കേണ്ട പോപ്പട്ട്, അവർ തീർച്ചയായും തിരിച്ചു വരും. അതെ ഭായ്, ഹണി ബണി എവിടെ പോയാലും അവിടെ തിരിച്ചു വന്നിരിക്കും. തീർച്ചയായും ഇല്ല. എന്തുകൊണ്ട്? നമ്മൾ ഹണിയെയും ബന്നിയെയും അന്വേഷിച്ച് നടക്കുകയായിരുന്നില്ലേ? അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. ഇപ്പൊ പോയി ഉണ്ടാക്കിക്കൊണ്ട് വരാം. അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് വഴിയാണ് അറിയേണ്ടത്. കോഴിയോ? കോഴിയൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല മോനെ. ഞാൻ വെജിറ്റേറിയനാ. ഭായ്, ഇയാളോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണെങ്കിലേ വന്ന വഴി നമ്മൾ തന്നെ മറന്നു പോകും. എന്റെ മുത്തശ്ശ, ഹണിയും ബണിയും കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയാ. ആ, ഒരു വഴിയുണ്ട്. മായൻ മന്ത്രവാദി അദ്ദേഹം പ്രേതത്തോട് സംസാരിച്ച് ഹണിയും ബന്നിയും എവിടെയാണെന്ന് തീർച്ചയായും പറയും. വേണ്ട വേണ്ട, ഈ മന്ത്രവും തന്ത്രവും കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ ഭായ്, തന്റെ അടുത്ത് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയേ. ഇല്ല മുത്തശ്ശ, നിങ്ങൾ ആരെ വേണമെങ്കിലും വിളിക്ക്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ എനിക്ക് എന്റെ കൂട്ടുകാരെ തിരിച്ചു കിട്ടണം. സംശയമുണ്ടോ? ബായ്, എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നുണ്ട്. അതെ ഭായ്, ഈ മന്ത്രവാദി വരാൻ എത്ര സമയം എടുക്കുന്നു? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മണി 3 ഇതുവരെ ആരെ ഇങ്ങോട്ട് കണ്ടില്ല. ഞാൻ മന്ത്രവാദിയെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഭായ്, ഇവിടെ എന്തായാലും വിചിത്രരായ കുറെ ആൾക്കാരുണ്ട് ഭായ്. എന്റെ ഭായ്, ഇതാണോ മന്ത്രവാദി? ഭായ്, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ദിവ്യദൃഷ്ടിയിൽ നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയും. ഇതേതോ തലതിരിഞ്ഞ മന്ത്രവാദിയാ. സംശയമുണ്ടോ? തലതിരിഞ്ഞ ഈ ലോകത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തലതിരിഞ്ഞ് പോയത്. ക്രീം ക്രീം. ശരി, ആ പ്രേതത്തിനെ നിങ്ങളെ കൊണ്ട് പിടിക്കാൻ കഴിയുമോ? തീർച്ചയായും. പ്രേതമൊന്നുമല്ല, ഒരു തത്തമ്മ. ഒരു പണിയില്ലാതെ ഇവിടെ ഇങ്ങനെ ചുറ്റി നടക്കാണ്. എന്താ? ഞാൻ പ്രേതമൊന്നും അല്ല. ഒരു തത്തമ്മയും പ്രേതമാവില്ല, അതുപോലെ പ്രേതവും തത്തമ്മയായി മാറില്ല. ക്രീം ക്രീം. മനസ്സിലായോ പുത്ര? ഇദ്ദേഹം ഒരുപാട് പ്രേതങ്ങളെ പിടിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാ ഈ പ്രേതത്തെ ഇദ്ദേഹം ഇതുവരെ പിടിക്കാതിരുന്നത്? അത് ഇവിടെ മലയാളി വരാറില്ലല്ലോ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കാൻ എന്റെ കയ്യിൽ കാശൊന്നും ഇല്ലായിരുന്നു. മുത്തച്ഛ, ഞങ്ങൾ കാശ് തരാം. ഞങ്ങളുടെ കൂട്ടുകാരെ ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊണ്ടുവരാൻ പറയാ. തീർച്ചയായും ഞാൻ രക്ഷിക്കാം. ഏയ് ആത്മാവേ, നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? പുറത്തേക്ക് വാ. വരാൻ. ദേ നോക്ക, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ക്രീം ക്രീം. ആത്മാവ് എത്തിപ്പോയി. അവിടെ എന്തിനാ ചുറ്റി നടക്കുന്നത്? വേഗം എന്റെ കമണ്ടലുവിൽ കയറ്. മന്ത്രങ്ങൾ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. എന്നാ പിടിച്ചോ. ക്രീം ക്രീം.
വേഗം വാ, നിനക്ക് ഞാൻ മോക്ഷം തരാം. ആ പ്രേതത്തിന് അവിടെ കാണുന്നില്ല ബായ്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നീ ഇതിനെ അനുഭവിക്കേണ്ടി വരും. ക്രീം ക്രീം, ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത്. എന്നെ എന്തിനാണ് ഇങ്ങനെ വലിച്ചടിച്ച് കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? എന്നെ വിട്, എന്നെ വിടാൻ. എന്താ എന്നെ ചെയ്യാൻ പോകുന്നത്? ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ല അല്ലേ? ഇപ്പോൾ തന്നെ നിന്നെ ഞാൻ നശിപ്പിക്കുന്നതായിരിക്കും. ഈ ആത്മാവ് ആ സോണജിയെ തല്ലി അയാളുടെ പണി തീർക്കും കേട്ടോ. രക്ഷിക്കണേ, രക്ഷിക്കണേ, ഈ പ്രേതം എന്റെ പുറകെ തന്നെ ഉണ്ടേ. ആരെങ്കിലും എന്നെ എന്നെ വിട്ടേക്ക്. വേണ്ട വേണ്ട വേണ്ട, എന്നെ ഒന്നും ചെയ്യരുതേ, എന്നെ വെറുതെ വിടേ. ഏയ് പ്രേതമേ, ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ ക്രൂരമാണ്. എന്നെ വെറുതെ വിടൂ മകളെ. സ്വാമിയുടെ പണി തീർന്നു. എടാ, ആരെങ്കിലും ഒന്ന് ഓടി വന്നെ രക്ഷിക്കടാ. എന്നെ രക്ഷിക്ക, എന്നെ വിട്ടേക്ക്. നീ ഇത്രയും ഭയങ്കരിയാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. നിന്നെ നശിപ്പിക്കാനായിട്ട് ഇനി ഇവിടെ ആരും വരില്ല. എന്നെ വിട്ടേക്ക്. ക്രീം ക്രീം. എന്റെ ഭായ്, നമുക്ക് തന്നെ പോയി അവർ രണ്ടുപേരെ അന്വേഷിക്കാം. മുത്തശ്ശ, അവരെ അന്വേഷിക്കാനായിട്ട് ഞങ്ങൾ തന്നെ പോവാൻ പോവുകയാണ്. ഭക്ഷിക്കാന്നോ? ആ ശരി, ഭക്ഷണം കഴിക്കാം. ഭായ്, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കാശുണ്ടല്ലോ, ഇങ്ങേർക്കൊരു ചെവി കേൾക്കുന്ന മെഷീൻ വാങ്ങിച്ചു കൊടുക്ക. പ്രേതം വരുന്നുണ്ടേ, ഓടിക്കോ. കഥകിന്റെ അടുത്തേക്ക് ഓടിക്കോ, സംശയിട്ടോ. പ്രേതം വീണ്ടും വരികയാണ്, ഓടിക്കോ. പ്രേതം വീണ്ടും വന്നിരിക്കുന്നു, ഓടിക്കോ. പ്രേതം വീണ്ടും വന്നിരിക്കുന്നു, ഓടിക്കോ. ഓടിക്കോ, അല്ലെങ്കിൽ ഈ പ്രേതം വിശറി കൊണ്ട് അടിച്ച് നമ്മളെ ഒരു വഴിയാക്കും. പിന്നെ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും എന്റെ അമ്മയ്ക്ക് തൈര് കൊടുക്കാൻ കഴിയൂല. എന്റെ ഒരു തൈര് മിണ്ടാതിരിക്കടാ. പെട്ടെന്ന് ഓടിയില്ലെങ്കിലേ പ്രേതം നമ്മളെ 3 പേരെയും തൈരാക്കും. അയ്യോ, ഇത് വല്ലാത്ത കൺഫ്യൂഷൻ ആണ്. രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് നമ്മളല്ലേ കരയേണ്ടത്. എന്റെ ഭായ്, പ്രേതം നമ്മളെ ഓടിക്കുകയാണോ അതോ പ്രേതത്തെ നമ്മൾ ഓടിക്കുകയാണോ? വല്ലാത്ത കൺഫ്യൂഷൻ തന്നെയാണ്. വിടില്ല ജോൺ. നിർമ്മലാദേവി, ഇന്ന് രാജസിംഹൻ ഇവരെ ഒരു പാഠം പഠിപ്പിക്കും. ഞാൻ വെറുതെ വിടില്ല, ഈ വടി കൊണ്ടടിച്ച് ശരിയാക്കും. എന്തോന്ന് പണിയോ? എന്റെ അമ്മോ, ഇത് നമ്മുടെ പണി തീർക്കുന്ന തോന്നുന്നത്. ഓടിക്കോ. എന്നെ രക്ഷിക്കണേ.
നിൽക്കു പ്രേതമേ, നിൽക്ക്, നിൽക്കാൻ. നിർമ്മലാദേവി, ഞാൻ നിങ്ങളുടെ പഴയ ബാല്യക്കാരനാണ്. എന്റെ ഭായ് എന്നോടത് രക്ഷിക്കാൻ പറയാണ്. എടാ അവള് വിളിച്ചത് നിന്നെ അല്ല, ആ മുത്തശ്ശനെയാ. എല്ലാരും എന്നോടല്ലേ സഹായം ചോദിക്കാൻ, അതുകൊണ്ടാ ഞാൻ അങ്ങനെ കരുതി പോയതാ. ഈ രാജസിംഹന്റെ കയ്യിൽ നിന്നും നിന്നെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇല്ല, ഞാൻ അവളെ പിടിച്ച് ഇടിച്ച് ചമ്മന്തിയാക്കും. അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. ഞാൻ പ്രേതമൊന്നും അല്ല, ഞാൻ ഇദ്ദേഹത്തിന്റെ മകളാണ്. ആഹാ, നിങ്ങൾ പ്രീതമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പറക്കാൻ കഴിയുന്നത്? ഞാൻ പറക്കുന്നില്ലേ, ഞാൻ മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ബണ്ണി, ഞാൻ ഹണി. നിങ്ങൾ രണ്ടാളും എങ്ങോട്ടാ പോയത്? നിങ്ങളെ കാണാതെ ഞങ്ങൾ ഒരുപാട് പേടിച്ചു. സംശയമുണ്ടോ? ദാ നോക്ക്, ഇത് വെച്ചാണ് ഇവരിങ്ങനെ പറക്കുന്നത്. ആഹാ, ഞാൻ ഒന്നുകൂടി ഇപ്പൊ ചെയ്ത് കാണിച്ചു തരാം, നോക്ക്. ശ്രദ്ധ തിരിക്കാനായിട്ട് ഈ ഹൊറർ മ്യൂസിക്. ഇതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും പേടിച്ചത്. ഇത് ആത്മാവല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് മറയുന്നത്? പറഞ്ഞു തരാം. ഇത് പഴയ കൊട്ടാരമാണ്. ഇതിന്റെ പലയിടത്തും പല വാതിലുകളുണ്ട്. ഒരു കഥകിലൂടെ പോയി വേറൊരു കഥകിലൂടെ വരാം. ഇങ്ങനെ ചെയ്താണ് നമ്മളെല്ലാവരെയും പറ്റിച്ചത്. പക്ഷെ എന്തിനാ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തത്? മര്യാദയ്ക്ക് പറയാൻ പറയേ, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഞാൻ പറയിക്കും. ഒന്നും ചെയ്യണ്ട, പറയുന്ന കേക്ക്. പറയാ, ആദ്യമായിട്ട് എന്നെ പേടിപ്പിച്ചവരായവരെ ഇവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. തോത്താറാമെന്ന് അടങ്ങ്. തോത്താറാം, നീ ഒന്ന് ശാന്തനാക്. ഇത്ര ദേഷ്യം ശരീരത്തിന് വളരെ കേടാണ്. മര്യാദയ്ക്ക് എന്നെ വിട, എന്റെ ദേഷ്യം കുറയാൻ പോകുന്നില്ല. വേണ്ട വേണ്ട, ഞങ്ങളോട് ക്ഷമിച്ചേക്കൂ. ഞങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. പ്ലീസ് വിട്ടേക്ക് ബായ്. അടിയും പിടിയും ഒക്കെ നമ്മൾ പണ്ടേ നിർത്തിയതല്ലേ ബായ്. ശരി എന്നാ, നിങ്ങളെല്ലാം ഇത്രയും ദൂരം പറയുന്നത് കൊണ്ട് ഞാൻ അങ്ങ് വിട്ടേക്കാം. പറയൂ, എന്തിനു വേണ്ടിയായിരുന്നു നാടകമൊക്കെ? പറഞ്ഞേക്കാം പറഞ്ഞേക്കാം. ഈ ബംഗ്ലാവിന്റെ മുതലാളി വിദേശത്താണ് താമസിക്കുന്നത്. ഇങ്ങോട്ടേക്ക് വരാറേയില്ല. അതുകൊണ്ട് മനസമാധാനത്തോടെ ഞങ്ങൾ ഇവിടെ ജീവിക്കുകയായിരുന്നു. ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത്. അച്ഛന്റെ പ്രായം കൂടി വരികയാണ്. അപ്പൊ ഞങ്ങളെ എന്തിനു വേണ്ടിയാ നിങ്ങൾ ഇവിടുന്ന് പേടിപ്പെടുത്തി ഓടിക്കാൻ ശ്രമിച്ചത്? പുതിയ മുതലാളി വന്നാൽ അച്ഛനെ പണിയിൽ നിന്ന് മാറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നവരെയൊക്കെ പേടിപ്പിച്ച് വിരട്ടി ഓടിച്ചത്. എന്ത് പൊടി പൊടിച്ചെന്നോ? ഓ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. രാത്രി മുഴുവൻ ഡ്യൂട്ടിയും നോക്കാം. എന്നാ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്. ഞാനും അത് തന്നെയാണ് പറഞ്ഞത്, ഇവിടെ നിന്ന് പോകില്ലാന്ന്. അതെ, ജയിലിൽ പോയാ മതി. ആഹാരവും കിട്ടും, കിടക്കാൻ സ്ഥലവും കിട്ടും. സംശയമുണ്ടോ? നിങ്ങൾ കുറ്റക്കാരാണ്. തമാശയോ? ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഞങ്ങളുടെ ജീവിതം തന്നെ തമാശയായിട്ട് മാറും.
തമാശയെന്നല്ല, ശിക്ഷ കിട്ടുമെന്ന്. ഞങ്ങളോട് ക്ഷമിക്കൂ, ഞങ്ങൾ അറിയാതെ തെറ്റ് ചെയ്തു പോയതാ. ആ എന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ അതിന് തോത്താറ സമ്മതിക്കണം. ശരി ഭായ്, എന്ത് ഐഡിയ ആണ്? ഇവരെന്ത് ചെയ്തോ അതൊക്കെ തെറ്റ് തന്നെയാണ്, അത് ന്യായീകരിക്കാനും ആവില്ല. എന്നാൽ ഇവിടം വൃത്തിയായി സൂക്ഷിക്കുന്നുമുണ്ട്. അതെ ഭായ്, ഇത് എന്തായാലും ശരി തന്നെയാണ്. കൂടാതെ ഒരു കെയർ ടേക്കറിന് ഇവിടെ ആവശ്യമാണ്, അതുകൊണ്ട് ഇവര് തന്നെ നിന്നോട്ടെ. ശരി, എന്നാ ഇവരിവിടെ തന്നെ നിന്നോട്ടെ. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് താമസിക്കാനായിട്ട് വരും. ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കൊരു പിടിയുമില്ല. പക്ഷേ തോത്താറാമേ, നീ അല്പം കൂടി അധ്വാനിച്ച് കാശുണ്ടാക്കേണ്ടി വരും. അതെന്താ? ഇദ്ദേഹത്തിന്റെ കേൾവി ശക്തി ശരിയാക്കാൻ. അല്ലെങ്കിൽ നീ പുളി ചോദിച്ചാൽ ഇദ്ദേഹം പുലിയെ കൊണ്ടുവരും. അല്ല സാറേ, ഇദ്ദേഹം കിളി ചോദിച്ചാൽ ഞാൻ കിളിയെ തന്നെ കൊണ്ടുവന്ന് തരും.